ഹായ്, നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കപ്സയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കപ്സ മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മല്ലി, ഒരു 4-5 ജാതിക്കയുടെ കുരുവിൻ്റെ ഒരു ചെറിയ പീസ്, കുറച്ച് പട്ട, ഏലക്ക, ചെറിയ ജീരകം 1 ടേബിൾ സ്പൂണിനടുത്ത് ചേർത്തിട്ടുണ്ട്. വലിയ ജീരകം കുറച്ച് മാത്രം മതി. പിന്നെ കുരുമുളക്, കറുത്ത ഏലക്ക, ഒരു നാരങ്ങ ഇതുപോലൊന്ന് ചതച്ച് ചേർത്തിട്ടുള്ളതാണ്. പിന്നെ ഉണക്കമുളകും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ കപ്സ മസാല റെഡിയായിട്ട് കിട്ടും. ഞാനിവിടെ 4 കപ്പ് സെല്ല ബസ്മതി റൈസാണ് എടുക്കുന്നത്. അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ബദാം നല്ല ചൂടുള്ള വെള്ളം ചേർത്തിട്ട് ഒരു 10-15 മിനിറ്റ് മാറ്റി വെച്ചിട്ട് തൊലി കളഞ്ഞിട്ടെടുക്കാം. ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്ത് ഓയിൽ ചൂടാകുമ്പോൾ നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബദാം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് കോരി മാറ്റാം. ഇതിലേക്ക് കുറച്ച് ഹോൾ മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു നാരങ്ങ കൂടി ഒന്ന് തല്ലിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോകാനായിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ അത്യാവശ്യം ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ഭാഗം ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കിനി ഒരു 2 തക്കാളി മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വരണം. ടൊമാറ്റോ പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ നിറയുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള മസാലയിൽ നിന്ന് ഒരു 1.5 ടേബിൾ സ്പൂണും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് വറ്റി തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്കിനി ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സ്കിന്നോട് കൂടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്കിന്ന് വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ആവശ്യത്തിന് ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 4 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 8 കപ്പ് വെള്ളം, ചൂടുള്ള വെള്ളമാണ് ഈ ഒരു ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ സെല്ല റൈസ് അല്ല സാധാ ബസ്മതി റൈസാണ് എടുക്കുന്നതെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കണം. ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ ഒരു 5 മിനിറ്റൊക്കെ തിളച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചിക്കൻ ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. 15 മിനിറ്റൊക്കെ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇതിനി വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ചിക്കനെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയുന്ന വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും 4-5 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് അത്യാവശ്യം ഇച്ചിരി വലുതായിട്ട് ഗ്രേറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ എടുത്ത് മാറ്റിയ ചിക്കനിലേക്ക് കുറച്ച് മുളക് പൊടിയും റെഡ് ഫുഡ് കളറും പിന്നെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ കപ്സ മസാലയും കൂടെ കുറച്ച് ചേർത്ത് കുറച്ച് ഓയിലും ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ആ ചിക്കനിലേക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഓവനിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ്. ഓവൻ ഇല്ലാത്തവർക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പാനിലും ചെയ്തെടുക്കാം. റൈസ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയം ലോയിലാക്കി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. റൈസ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കറക്റ്റ് പാകത്തിന് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങൾ ബസ്മതി റൈസാണ് എടുക്കുന്നതെങ്കിൽ ഇത്രയും വെള്ളം വെക്കേണ്ട ആവശ്യമില്ല. ഇത് സെല്ല റൈസ് ആയതുകൊണ്ട് കുറച്ച് വേവുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ ഇരട്ടി വെള്ളം എടുത്തിട്ടുള്ളത്. റൈസൊക്കെ അത്യാവശ്യം വിട്ട് വരുന്ന രീതിയിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് ചിക്കനും ഓവനിൽ നിന്ന് എടുത്തിട്ട് ഒരു റൈസിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്ത് നട്ട്സ് ഫ്രൈ ആക്കിയത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കപ്സയാണ്. ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്